സന്ധി സന്ധി എന്ന് പറഞ്ഞു നടന്നല്ലോ. ഇപ്പൊ കണ്ടില്ലേ എന്റെ മോടെ ജീവിതം പോയെ. ഈ കല്യാണം വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞതാ. എന്റെ വാക്ക് കേട്ടോ നീ? അവനല്ലാതെ ഒരു പട്ടിയെ കൊണ്ടുവന്നാലും കെട്ടിക്കോളാന്ന് എന്റെ മോള് പറയുന്നത്. അതെ അച്ഛാ, ഇങ്ങനെ ശത്രുക്കളും അയാളുടെ ബന്ധമൊന്നും നമുക്ക് വേണ്ട. അച്ഛനൊന്ന് വിഷമിക്കാതിരിക്കച്ചാ. അച്ഛൻ തന്നെ പറ, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. അവന്മാരിനി എന്ത് ചെയ്യാനാ? നമ്മൾ വിശ്വസിച്ചല്ലേ കുഴപ്പമായത്. ഇനി വരട്ടെ, വെട്ടി നുറുക്ക് ഞാൻ. ഇനി ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ. ഈ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മകളുടെ വിവാഹം നടക്കണം. ഒരു വാക്ക് പറ, നമ്മുടെ ഗീതമോളെ കെട്ടാൻ അങ്ങ് സിറ്റി 100 പയ്യന്മാർ വരും. അതേട്ടാ, നമ്മുടെ രാമേട്ടന്റെ മോനിപ്പോ നല്ല നിലയിലാ. 7-8 ലോറിയും ബസ്സൊക്കെ ഉണ്ട്. കല്യാണത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ വിശ്വനാഥ് സാറിന്റെ മോന് 100 ഏക്കറിലെ കൃഷിയുണ്ട്. മംഗലാപുരത്ത് ഫ്ലാറ്റുകളുണ്ട്. നമ്മുടെ മുരളിയേട്ടന്റെ മോന് ആര്യ, ഇങ്ങ് വാ. എന്തു പറയുന്നടാ? എന്റെ മകളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ് സാർ. ഹലോ അജയ്, ഗീതയുടെ മാരേജ് കഴിഞ്ഞു. ഞാനിപ്പോ ഭരണപക്ഷത്താ. ഇപ്പൊ കേറിയാട്ടെ. അങ്ങനെ കേറ്. സോറി ട്ടോ. അങ്ങ് വന്നാട്ടെ വന്നാട്ടെ. കേറിയാട്ടെ. ഇന്നു മുതൽ അങ്ങയുടെ സാരഥി ഞാനായിരിക്കും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ആരും ഇങ്ങോട്ട് വരില്ല. ഊണ് അങ്ങോട്ട് കൊടുത്തേക്കുക. ഇനി ഉണ്ണാൻ വേണ്ടി മാത്രം ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടോടി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടോടി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടോടി. പെട്രോൾ ലാഭിക്കണമല്ലോ.